ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് പിന്നെ നമ്മളൊരു സോളാർ സിസ്റ്റം ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് പഴയ ഇൻവെർട്ടറും ഒക്കെ മാറ്റേണ്ടി വരുമോ അല്ലെങ്കിൽ ചേഞ്ച് ആക്കേണ്ടി വരുമോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 20 കിലോവാട്ട് സിസ്റ്റം ചെയ്ത് കൊടുത്ത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അഡീഷണൽ 10 കിലോവാട്ട് സെപ്പറേറ്റ് ഇൻവെർട്ടർ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഇൻവെർട്ടറിന്റെ SDB DCDB കാര്യങ്ങളൊക്കെ വെച്ച് സെപ്പറേറ്റ് എർത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ കൊടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ മെയിൻ DBയിലേക്ക് SDBയിലേക്ക് സിങ്കർണൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് അഡീഷണൽ വേറൊരു പിന്നെ ഇൻവെർട്ടർ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 20 കിലോവാട്ട് 30 കിലോവാട്ട് ഒക്കെ പോലെ 5 കിലോവാട്ടിനെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മെഷീൻ മാറ്റാതെ തന്നെ അഡീഷണൽ നമുക്ക് മെഷീൻ വെച്ചുകൊണ്ട് നമുക്ക് സിങ്കർണൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ പാനലുകളൊക്കെ എങ്ങനെയൊക്കെ വെച്ചിരിക്കണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മുകളിൽ കയറി നോക്കിവിടാം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ടോപ്പ് ഭാഗത്താണ് കേട്ടോ. ഇവിടെ നമ്മൾ മുൻവശത്തായിട്ടും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പാനലുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം സെൻട്രലായിട്ടാണ് നമ്മുടെ കോണിക്കൂട് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു മറവ് വരാതിരിക്കാൻ അതിനേക്കാൾ ഹൈറ്റിലാണ് നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിനുള്ള സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങോട്ടുള്ള ആക്സസിനായിട്ട് കോണികൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ലാഡറും ഒന്ന് ലാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ റാമ്പ് ഒന്ന് അവസാനിക്കുന്നിടത്തായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലെഗുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഹാൻഡ് റെയിൽ പോലെ, കാരണം ആളുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വീഴാതിരിക്കാനായിട്ട് നമ്മൾ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ സ്ട്രക്ചർ എടുക്കുന്ന ബേസ് നോക്കുകയാണെങ്കിൽ അത് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ 4 നെറ്റ് ആൻഡ് ബോൾട്ട് ഇട്ട് ഫിക്സ് ചെയ്തിട്ട് അത് PCC ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ SS-ൻ്റെ നെറ്റ് ആൻഡ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ മിഡിൽ ക്ലാമ്പ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ എയർ വരുന്ന സ്ഥലങ്ങളിൽ പാനലുകൾ തള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലും 2 സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും SS-ൻ്റെ നെറ്റ് ആൻഡ് ബോൾട്ട് ഇട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പാനലുകൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. എല്ലാ പോളുകളും റൗണ്ട് GIയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി ടാറ്റയുടെ GI പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മാക്സിമം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ നല്ല ക്വാളിറ്റിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഹെവി ആയിട്ടുള്ള സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സോളാർ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ കാലത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 25 വർഷം 30 വർഷമൊക്കെ പാനലിന് പെർഫോമൻസ് വാറണ്ടി ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽക്ക് ഉപയോഗിക്കുന്ന സ്ട്രക്ചറിനും അതിൻ്റെ ബാക്കി ആക്സറീസിനും മിനിമം അതിനോടടുത്ത ഒരു ലൈഫും കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് 2 കേബിൾസ് വെച്ച് കണക്ട് ചെയ്തിട്ടാണ്. കാരണം നമ്മളിവിടെ ലിങ്ക് ചെയ്യുന്നുണ്ട്, 2 ലൈറ്റ്നിങ് അറസ്റ്ററുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ പാനലുകൾ ഫസ്റ്റ് നമ്മൾ 20 കിലോവാട്ടാണ് ചെയ്തത്, പിന്നീടാണ് നമ്മൾ 10 കിലോവാട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് 2 ഇൻവെർട്ടർ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പാനലുകളും അതുപോലെ 2 സെറ്റായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വയറിംഗ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പോളിക്യാബിൻ്റെ ISI ഐവറി പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വയറിംഗ് കോൺഡ്യൂട്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്തൂടെ ഫോസ്കോറമിൻ്റെ പോളിക്യാബിൻ്റെ കേബിൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ UG കേബിൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ താഴെ വരേക്കും UG കേബിൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ ജോയിൻറ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ PCC ചെയ്ത് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് നമ്മളത് അടച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ പേജസ് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും. ബൈ ബൈ.